അഡ്വക്കേറ്റ് സി പി ഉദയഭാനു, ഇത് മാത്രമല്ല ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത്, സംഭവിച്ചതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് മാത്രമല്ല കോടതിയിൽ സംഭവിച്ചത്. അവിടെ അഭിഭാഷകർ സംഘം ചേർന്ന് രഞ്ജൻ ഗൊഗോയിയുടെ ഈ നടപടിക്കെതിരെ, ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ നടപടിക്കെതിരെ ഉറക്കെ അതിൽ പ്രതിഷേധം അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. ആ നടപടി തെറ്റാണ്, സുപ്രീം കോടതിയുടെ നടപടി തെറ്റാണ് എന്ന് ഉറക്കെ പറയുന്ന സാഹചര്യം അവിടെ ഉണ്ടായി. അവിടെ ആ പ്രതിഷേധത്തിൻ്റെ തലം എന്നത് കേവലം ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജുവും രഞ്ജൻ ഗൊഗോയും തമ്മിലുള്ള വാഗ്വാദത്തിൻ്റെ തലം മാത്രമല്ല, അവിടെ അഭിഭാഷകർക്ക് കൂടി ഇത് ശരിയല്ല നടക്കുന്നത് എന്ന് തോന്നുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായി എന്നതാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനെങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ശ്രീ ഹർഷൻ, ഒരു തെറ്റായ നടപടിക്രമത്തിന് അനുവാദം കൊടുത്തതിൽ നിന്നും തുടങ്ങുന്നതാണ് ഈ വിഷയങ്ങൾ. പിന്നെ ഈ റിട്ടയർ ചെയ്ത ജഡ്ജി വരുമ്പോൾ ഒരു പക്ഷേ സർവീസിലുള്ള ജഡ്ജിമാരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വർഗപരമായ സമീപനമാണ് അഭിഭാഷകർ പൊതുവെ സമീപിക്കാറ്. ഇവിടെ എന്തുകൊണ്ട് റിട്ടയർ ചെയ്ത കട്ജുവിന് ഇങ്ങനെ സപ്പോർട്ട് കിട്ടി എന്നത് ഒരു പക്ഷേ ഇപ്പോൾ രഞ്ജൻ ഗൊഗോയി അടക്കമുള്ള ആളുകൾ എടുത്ത നിലപാട് അത്രമാത്രം ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമാണ് എന്ന് പൊതുവെ തോന്നുന്ന സാഹചര്യത്തിൽ എത്തപ്പെട്ടേക്കാം. ഏതായാലും ആ നടപടിക്രമങ്ങളിൽ ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് യഥാർത്ഥ പ്രശ്നം. അത് പാലിക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. മുൻ കീഴ്വഴക്കങ്ങളില്ലാതെ നടക്കുന്ന ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഇത് സ്വാഭാവികമായും അനിവാര്യമായൊക്കെ സംഭവിച്ചു പോകാവുന്ന പിശകുകളാണ് എന്ന നിലയ്ക്ക് തന്നെ നമുക്ക് മാറ്റി നിർത്താനും കഴിയുകയില്ല. ജഡ്ജിമാർ, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിലെ ഉന്നത നീതിപീഠത്തിലെ ജഡ്ജിമാർ നിയമം കൈകാര്യം ചെയ്യുമ്പോൾ അവർ തീർച്ചയായിട്ടും ഗൗരവമായി പാലിക്കേണ്ട ചില നിയമപരമായ മര്യാദകളുണ്ട്, അടിസ്ഥാനപരമായിട്ടുള്ള ചില മറ്റു മര്യാദകളുണ്ട്. ഇതെല്ലാം കൂടിച്ചേർന്ന് അവർ ഇത് പാലിച്ചില്ല എങ്കിൽ പൊതുസമൂഹത്തിലുള്ള സന്ദേശത്തെക്കാൾ ഉപരി ലോവർ ജുഡീഷ്യറി ഉണ്ട്. ഇവർക്കൊക്കെ വിളിച്ച് ചോദിച്ച് എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്തു എന്ന് ചോദിച്ച് അധികാരം പ്രയോഗിച്ച് തിരുത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ തിരുത്തലിന് വിധേയമാകട്ടെ ഒരു ജുഡീഷ്യൽ സമൂഹമുണ്ട് താഴെ. അവർക്കൊക്കെ എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത്? അവിടെയാണ് ഏറ്റവും വലിയ ഗൗരവമേറിയ വിഷയം. രണ്ടാമത്തതാണ് പൊതുസമൂഹത്തോടുള്ള, ഈ പൊതുസമൂഹത്തോട് സംവേദിപ്പിക്കുവാനായി ഇതിനുള്ളത് വേണമെങ്കിൽ പറയാം. ഒരു സാധാരണക്കാരനായാലും ഏറ്റവും വലിയ ഉന്നത നീതിപീഠത്തിൽ ഇരുന്ന് റിട്ടയർ ചെയ്ത ആളാണെങ്കിലും ഞങ്ങളുടെ മുൻപിൽ വന്നോ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചാരവേലകൾ ചെയ്താൽ അതിനെ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നതുകൊണ്ട് ഞങ്ങൾ ശിക്ഷിച്ചു എന്ന് വേണമെങ്കിൽ വീമ്പിളക്കാം. പക്ഷേ അതിന് നടപടിക്രമങ്ങൾ പാലിച്ചോ എന്ന് നാം ഇപ്പോൾ ഈ ഡിസ്കഷനിൽ പരിശോധിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു പൊതുസമൂഹത്തിലെ വിഭാഗം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന രീതി വന്നാൽ അതിന് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കുവാനായിട്ട് തങ്ങളുടെ നടപടികളിലൂടെ ബാധ്യതപ്പെട്ട ആളുകളാണ് ഈ സുപ്രീം കോടതി ജഡ്ജിമാർ. അത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ മാത്രമേ പുറത്തു വരാൻ കഴിയുള്ളായിരിക്കും. എന്തായാലും ഇതൊരു ശരിയായ സന്ദേശമല്ല പുറത്തേക്ക് വന്നിട്ടുള്ളത്, തെറ്റായ സന്ദേശം തന്നെയാണ്. പിന്നെ ശ്രീ മാർക്കണ്ഡേയ കട്ജുവിനെ കുറിച്ച് ശ്രീമതി പാർവതി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒരു പരാമർശം നടത്തി പോകേണ്ടതുണ്ട്. അവിടെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഇത്തരം ചില സംഭവങ്ങൾ, അല്ലെങ്കിൽ അനുകൂലമായിട്ട് എഴുതി വൈകാരികമായി കേരളത്തിലെ അമ്മമാരുടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും കണ്ണീരിനൊപ്പം നിന്നു, അതുകൊണ്ട് അതിൻ്റെ ഒരു ആനുകൂല്യം എന്ന നിലയിൽ തനിക്ക് കോടതിയിൽ പോയിട്ട് എന്തും പറയാം എന്നുള്ള ആനുകൂല്യങ്ങളൊന്നും കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു ആനുകൂല്യത്തിൻ്റെ അർഹതയും ശ്രീ മാർക്കണ്ഡേയ കട്ജു അംഗീകരിക്കാൻ ആവുന്നുള്ളതല്ല, അർഹനുമല്ല എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ അഡ്വക്കേറ്റ് സി പി ഉദയഭാനു, ആത്യന്തികമായി ഈ ഇരു കൂട്ടർക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട്. ഈ നിയമ സംവിധാനത്തിൻ്റെ അന്തസ്സ് കളയുന്ന തരത്തിൽ പെരുമാറിയതിൽ കോടതിക്കും ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജുവിനും തുല്യമായ ഉത്തരവാദിത്വമുണ്ട് എന്നെങ്കിലും ആലോചിക്കാമല്ലോ. ഇപ്പോൾ ശ്രീ ഹർഷൻ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ജുഡീഷ്യൽ സിസ്റ്റം, ആ ജുഡീഷ്യൽ സിസ്റ്റത്തിലുള്ള ഈ വ്യവസ്ഥിതി ഉണ്ടല്ലോ, ഈ വ്യവസ്ഥിതിയിൽ പാർലമെൻ്റ് ആയാലും എക്സിക്യൂട്ടീവ് ആയാലും ലെജിസ്ലേച്ചർ ആയാലും മറ്റേത് വിഭാഗമായാലും ഈവൻ നിങ്ങൾ പത്രക്കാരായാലും അവരിലേക്കാളെല്ലാം നാം ആശ്രയിക്കുന്നതും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ജുഡീഷ്യൽ സിസ്റ്റമാണ്. ആ ജുഡീഷ്യൽ സിസ്റ്റത്തെ ഇതുപോലെ തന്നെ പുഴുക്കുത്തുള്ളതാണ് എന്നും മറ്റും അകത്ത് നിന്നുകൊണ്ട് ആന്തരികമായിട്ട് തന്നെ പ്രചരിപ്പിക്കുകയും അതിൽ കുഴപ്പങ്ങളുണ്ടെന്ന് പുറത്തു വന്ന ശേഷം അതിന് വലിയ പ്രചാരവേല കൊടുക്കുകയും അതിൽ ഞാൻ മാത്രമാണ് ശരി എന്ന നിലയ്ക്ക് പ്രതികരിക്കുകയും മറ്റും ചെയ്യുന്ന ആ സമീപനത്തെ തീർച്ചയായിട്ടും ചെറുക്കേണ്ടത് തന്നെയാണ്.
ആ ചെറുക്കാനുള്ള നടപടിക്രമങ്ങളിൽ ഒരുപക്ഷെ പാളിച്ച സംഭവിച്ചു കഴിഞ്ഞാൽ പോലും ഈ സിസ്റ്റത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ സംവിധാനത്തെ ആശ്രയിക്കുകയും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്ന ജനകോടികളുണ്ട്. ആ ജനകോടികളുടെ വിശ്വാസത്തിന് ഒപ്പം നിൽക്കാൻ സുപ്രീം കോടതിയുടെ ശ്രമകരമായിട്ടുള്ള ഒരു അധ്വാനത്തിനിടയിൽ ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കണ്ഡേയ കാട്ജു അർഹമായ ശിക്ഷ പോയി ചോദിച്ചു വാങ്ങിയത് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഡ്വക്കേറ്റ് MC ആഷി, ഈ കട്ജുവിൻ്റെ ഇടപെടൽ സൗമ്യ കൊലക്കേസിൽ ദോഷം ചെയ്തിട്ടുണ്ടോ? എന്തായാലും ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു പുനഃപരിശോധനാ ഹർജിയിന്മേൽ കോടതി അതിൻ്റെ വിധി മാറ്റിയിട്ടില്ല സുപ്രീം കോടതി. പക്ഷേ ഇവിടെ പല പ്രതീക്ഷകളും ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു. ആ കേസിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ നിലയ്ക്കുള്ള കട്ജുവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായത് ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്തിട്ടുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് ഇത് കൊലപാതകമാണ് അല്ലെങ്കിൽ കൊലക്കുറ്റം സ്ഥാപിച്ചെടുക്കുക എന്നതെങ്കിലുമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്ദേശം. അതിനെ പിന്നോട്ടടിച്ചോ? അതിനെ കാണാൻ വേണ്ടി കഴിയില്ല. തീർച്ചയായിട്ടും ശിക്ഷ വിധിക്കുന്നത് അതാത് ജഡ്ജിമാരുടെ മനോനിലയ്ക്ക് അനുസരിച്ചാണ്. അവർ കാണുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ 376 വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് 7 വർഷം മുതൽ ജീവപര്യന്തം തടവ് വരെയാണ്. അതങ്ങനെ വെച്ചിരിക്കുന്നത് തന്നെ ആ കുറ്റകൃത്യത്തിൻ്റെ ആഴത്തിനനുസരിച്ച് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. 7 വർഷം വേണമെങ്കിൽ ശിക്ഷിക്കാമായിരുന്നു. പക്ഷേ ഈ കേസിൽ ആ കുറ്റകൃത്യം വളരെ ക്രൂരവും കഠിനവുമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അതിൻ്റെ പരമാവധി ശിക്ഷ നൽകിയത്. ഇനി ഒരു കൊലക്കുറ്റം കൂടി കണ്ടാൽ പോലും ഈ ശിക്ഷ തന്നെ നൽകാൻ സാധ്യതയുള്ളൂ. തൂക്കിക്കൊല്ലാനൊന്നും സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. മാത്രമല്ല അത്രയും അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കേസ് എന്നുള്ള ഗണത്തിൽ വരുന്നതുമല്ല ഇത്. അപ്പോൾ ശിക്ഷ 302 വകുപ്പ് പ്രകാരം കൊലക്കുറ്റം കണ്ടാൽ പോലും ശിക്ഷയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് വേണമെങ്കിൽ അപ്രകാരം ചെയ്യാമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു നിയമവശത്തിലേക്ക് അവർ പോവുകയും കുറ്റകൃത്യത്തിൽ പ്രതിക്കുണ്ടാകുന്ന മെൻസറി അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവണം എന്നതിലേക്ക് ആ വിധിയിൽ അവർ കണ്ടെത്തുകയും ആ വിഷയം അവസാനിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ പുനഃപരിശോധന ഹർജി വരുന്നത്. ഇത് വരുന്ന കാലത്ത് തന്നെ എല്ലാവർക്കും അറിയാം വളരെ കൃത്യമായിട്ട് ഈ പുനഃപരിശോധന ഹർജി വളരെ ഇപ്പോൾ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ്. അത് അനുവദിക്കുന്നതിന് വളരെ വളരെ ചുരുങ്ങിയ കാലഘട്ടങ്ങളിലാണ് എന്നുള്ളത്. പക്ഷേ ഈ കട്ജുവിനെ പോലുള്ള ആളുകൾ, അദ്ദേഹത്തെ പോലുള്ളവർ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരുന്നതിൻ്റെ ഭാഗമായി വലിയ പ്രതീക്ഷ പൊതുജനത്തിനിടയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് സാഹചര്യം ഒരുക്കിയത്. അത് കോടതിയിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ശ്രീ കട്ജുവിനെ അവർ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവുക, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, സി ഉദയഭാനു സാർ പറഞ്ഞ പോലെ ജനകോടികൾക്കിടയിൽ കോടതിയിലെ ജുഡീഷ്യറിയെ സംബന്ധിച്ചൊരു വിശ്വാസ്യതയുണ്ട്. അവിടെ നടക്കുന്നത് തെറ്റാണ് എന്ന് ഒരു മുൻ ജഡ്ജി തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോൾ അതിനാണ് കൂടുതൽ വിശ്വാസ്യത കിട്ടുക. സാധാരണ ഒരു മീഡിയക്കാരനോ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ പറയുന്നത് പോലെ ആയിരിക്കില്ല അത്. അതിന് കുറേ കൂടി ഗൗരവമുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്നാൽ ആ നടപടിക്രമങ്ങൾ തെറ്റാണ്, ആ കാര്യത്തിൽ ഞാൻ അതിനോട് യോജിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇടപെടൽ കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റമോ കോട്ടമോ ഉണ്ടായിട്ടില്ല. പക്ഷേ അത് സാധാരണ ജനങ്ങളുടെ മനസ്സിൽ, സൗമ്യയുടെ അമ്മയുടെ മനസ്സിൽ ഉൾപ്പെടെ അനാവശ്യമായിട്ടുള്ള ചില താല്പര്യങ്ങളും ചിന്തകളും പ്രതീക്ഷകളും ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധ്യമാക്കിയിട്ടുണ്ട്. അതൊരു ക്രൈമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിയമം ഇതായിരിക്കെ ഇതിനപ്പുറം പ്രതീക്ഷിക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയായില്ല. അതിലെല്ലാവർക്കും പങ്കുണ്ട്. തീർച്ചയായും. ശ്രീമതി പാർവതി, ഈ കട്ജുവിൻ്റെ കാര്യത്തിൽ ഒരു മുൻവിധിയോടെ ഇടപെട്ടിട്ടുണ്ട് കോടതി എന്ന് മാറി നിന്ന്, ഇവരെല്ലാവരും അഭിഭാഷകരാണ്, അവരതിനെ ആ നിയമത്തിൻ്റെ കണ്ണിലൂടെ തന്നെയാണ് കാണുന്നത്. മാറി നിന്ന് നിരീക്ഷിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? മാറി നിന്ന് നിരീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രതികരണം ഇത് പലർക്കും ഒരു വെല്ലുവിളിയാണ്, പലർക്കും ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള പ്രതികരണങ്ങളെ അനുവദിച്ചു കൊടുത്താൽ ഭാവിയിൽ അത് പ്രശ്നമാകും. അതിനൊരു തുടക്കം എന്നോളം ശ്രീ മാർക്കണ്ഡേയ കട്ജുവിനെ പോലെ ഒരുപാട് പേര് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ മാത്രമുള്ള ബ്ലോഗല്ല, അദ്ദേഹം ഒരു തിരുത്തൽ ശക്തിയായി നിന്നുകൊണ്ട് പലതരത്തിലുള്ള നിയമവ്യവസ്ഥയെ അല്ലെങ്കിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ഭരണപരിഷ്കാരങ്ങളെ എല്ലാം തന്നെ അദ്ദേഹം വിമർശിക്കുകയും വേറൊരു നിലയ്ക്കുള്ള നിലപാടെടുക്കുകയും ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ മൊത്തത്തിൽ ഒരു ടോട്ടാലിറ്റിയിൽ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെയും കൂടെ ചേർത്ത് വെച്ച് വായിക്കണം. അപ്പോൾ അങ്ങനെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേറൊരു നിലയ്ക്കുള്ള ഒരു കാഴ്ച നൽകുന്ന ഒരാൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ നിലയ്ക്ക് ശാസിക്കുകയും ഇദ്ദേഹം ഒരു സത്യമുള്ള ആളല്ല എന്ന് പൊതുജനത്തെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യത്തോടൊപ്പം ഈ സോഷ്യൽ മീഡിയയിലെ അധികാരങ്ങൾ, എഴുതാനുള്ള ആൾക്കാരുടെ അധികാരത്തെ
ഏതെങ്കിലും നിലയ്ക്ക് തടയാനാണോ ഈ തരത്തിലുള്ള നടപടി എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, തീർച്ചയായും. അഡ്വക്കേറ്റ് ജയശങ്കർ, അത് ഒരു ശ്രദ്ധേയമായ നിരീക്ഷണമാണ്. കാരണം ഈ മാർക്കണ്ഡേയ കട്ജുവിൻ്റെ ഇത്തരം കമൻറ്റുകൾ ഈ ബ്ലോഗിലായാലും ഫേസ്ബുക്കിലായാലും അദ്ദേഹം എഴുതുന്ന താഴേക്ക് വരുന്ന ചർച്ചകൾ കൂടി പരിശോധിച്ചാൽ വേണമെങ്കിൽ കോടതി ഇതിനേക്കാൾ വലിയ നടപടി സ്വീകരിച്ചേനെ. കാരണം അത്രയ്ക്ക് രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ സ്വഭാവം അതാണ്. അതൊക്കെ കോടതിയെ അലോസരപ്പെടുത്തേണ്ടതുണ്ടോ? അങ്ങനെ അല്ല, കോടതിയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ്, നീതിപൂർവമാണെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ ഇങ്ങനെയുള്ള വിമർശനത്തെ അവഗണിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ സുപ്രീം കോടതിയിൽ റിട്ടയർ ചെയ്ത് പോയ ഒരു ജഡ്ജിയെ അദ്ദേഹത്തിൻ്റെ പ്രായം കൂടി പരിഗണിക്കണം. 75 വയസ്സിന് മേലെ പ്രായമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളും അതിര് കടന്നവയാണ്, രൂക്ഷമാണ്. ഒരു റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ജഡ്ജി എന്നല്ല, സാധാരണ പൗരൻ പോലും നടത്താൻ പാടില്ലാത്തതെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പരിഹാസങ്ങളും വളരെ വളരെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് പോലുമാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ലല്ലോ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി ഒന്നും പരിഗണിക്കേണ്ട കാര്യമേ അല്ല. ഇവിടെ സൗമ്യയുടെ കേസിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾ കോടതിക്ക് അവഗണിക്കുകയോ അല്ലെങ്കിൽ കേസ് പരിഗണിക്കുമ്പോൾ അതുകൂടി പരിഗണിക്കുകയോ ചെയ്യാം. അതിന് പകരം റിട്ടയർ ചെയ്തു പോയ ജഡ്ജിയെ കോടതിയിൽ വിളിച്ചു വരുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? അദ്ദേഹം ഒരു അഭിഭാഷകൻ വഴി ഹാജരാവാനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു കേസിൽ പ്രതിയായിട്ടോ സാക്ഷിയായിട്ടോ വാദിയായിട്ടോ അദ്ദേഹത്തിന് വരാം. അദ്ദേഹം നേരിട്ട് കോടതിയിൽ ഒന്ന് ഹാജരാകാൻ നിർദ്ദേശിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? ഒരു കാരണവശാലും ശരിയല്ലത്. ഭരണഘടനാപരമായിട്ട് പോലും തെറ്റാണ്. അദ്ദേഹത്തോട് വരാൻ ആവശ്യപ്പെട്ടത് തെറ്റാണ്, അദ്ദേഹം ചെന്നതും തെറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം താങ്കളുടെ പരാമർശങ്ങൾ കോടതിയെ ലക്ഷ്യമാണെന്ന് പറയുന്നു. അതിനെന്ത് അതിക്രമം? ഇത് അതിക്രമമല്ലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞത് ഇത് മാർക്കണ്ഡേയ കട്ജു ചെയ്യുന്നത് തെറ്റാണെന്ന് വിചാരിക്കാം. പക്ഷേ സുപ്രീം കോടതിയിൽ ഇപ്പോൾ സ്ഥാനത്തിരിക്കുന്ന ജഡ്ജിമാർ ചെയ്യുന്ന അതിനേക്കാൾ വലിയ തെറ്റല്ലേ? അവർ ഈ നടപടിക്രമം പാലിക്കാൻ ബാധ്യസ്ഥരല്ലേ? സുപ്രീം കോടതി നടപടിക്രമം പാലിക്കുന്നില്ല, പിന്നെ ആരാണ് ഈ രാജ്യത്ത് ഇത് പാലിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. സുപ്രീം കോടതിക്ക് ഒരു നിയമം ബാധകമല്ലേ? ഇതെന്തത്? ഇങ്ങനെ പെരുമാറേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് എന്ന് പറഞ്ഞാണ് രഞ്ജൻ ഗൊഗോയ്ക്ക് ഇന്ന് അവസാനിപ്പിക്കേണ്ടി വന്നത്. ആ നിലയ്ക്ക് അത് മാത്രമല്ല, അതോടൊപ്പം അവിടെ അഭിഭാഷകരുടെ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായി. ശബ്ദം ഉയർത്തി അഭിഭാഷകർ ഈ കോടതി ചെയ്യുന്നത് ശരിയല്ല എന്ന് ഉറക്കെ പറയുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് CP ഉദയഭാനു പറഞ്ഞതുപോലെ അത്രയ്ക്ക് ഉറപ്പോടെ അവിടെ നിൽക്കുന്ന അഭിഭാഷകർക്ക് കോടതി നിയമപരമായി വലിയ വീഴ്ച വരുത്തിയിരിക്കുന്നു എന്ന് തോന്നുന്ന തരത്തിൽ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രവർത്തനം ഉണ്ടായത് എന്ന് തന്നെയല്ലേ വിലയിരുത്തേണ്ടത്? എന്ത് വേണോ അനുമാനിക്കാൻ. കാരണം അഭിഭാഷകർ സാധാരണയിൽ അങ്ങനെയുള്ള പ്രതികരണത്തിലേക്ക് പോകുന്നവരല്ല, സുപ്രീം കോടതിയിൽ പ്രത്യേകിച്ചും അല്ല. അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും മനസ്സിലായി ഈ ജഡ്ജിമാർ ചെയ്യുന്നത് തെറ്റാണ്. കട്ജു പറയുന്നത് ചിലപ്പോൾ അസംബന്ധമായിരിക്കും, പമ്പര വിഡിത്തമായിരിക്കും. പക്ഷേ അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തിയത് ആരാണ്? അദ്ദേഹം ക്ഷണിച്ചു വരുത്തിയതല്ല നടപടി. അദ്ദേഹത്തെ കോടതിയിൽ ക്ഷണിച്ചു വരുത്തി ജഡ്ജിമാർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തേടുകയാണ്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ചിലപ്പോൾ അസംബന്ധമായിരിക്കും, ചിലപ്പോൾ ഭ്രാന്തായിരിക്കും. എങ്കിൽ പോലും അതിന് ഉത്തരവാദിത്വം ആർക്കാ? ഉത്തരവാദിത്വം ജഡ്ജിമാർക്കാണ്. ജഡ്ജിമാരിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അസംബന്ധമാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കണം. അതിന് പകരം അദ്ദേഹത്തോട് തട്ടിക്കയറുക, അത് കഴിഞ്ഞ് കോടതി ലക്ഷ്യത്തിന് നടപടി എടുക്കുക. ഇതൊക്കെയാണ് പ്രശ്നം. നമ്മുടെ ജഡ്ജിമാർക്ക് ഈ വകതിരിവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് അങ്ങാടിയിൽ കാശ് കൊടുത്ത് മേടിക്കാൻ കിട്ടില്ല. ഇതാണ് പ്രശ്നം. അതാണ് നേരത്തെ പറഞ്ഞ ഇത് പരാമർശിക്കേണ്ടി വന്ന ഒരു വാക്കിലേക്ക് വീണ്ടും വരുന്നത്. ഇതൊരു തന്ത്രപരമായ കോടതിയുടെ നടപടിയായിരുന്നു എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇങ്ങനെയൊക്കെ നടപടി സ്വീകരിക്കണം, ഇതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്ന് കോടതി ആസൂത്രിതമായി ചെയ്ത പോലെ തോന്നിപ്പോകുന്നു. കാരണം വളരെ മുമ്പേ തന്നെ അദ്ദേഹത്തിൻ്റെ പഴയ ബ്ലോഗുകളിലെ പരാമർശങ്ങളെക്കുറിച്ചൊക്കെയുള്ള അതിൻ്റെ ആ രേഖകളെല്ലാം ശേഖരിച്ചു വെച്ചിട്ട് കൃത്യമായി ഇങ്ങനെയാണ് ഇന്ന് നമ്മൾ പെരുമാറേണ്ടത് എന്നൊക്കെ ഒരു മുൻവിധിയോടെ സുപ്രീം കോടതി സമീപിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു നടപടി സ്വീകരിക്കുന്നത് എന്ത് സന്ദേശമായിരിക്കും നൽകുക? എന്നോടാണോ? തീർച്ചയായും അഡ്വക്കേറ്റ് ജയശങ്കറിനോടാണ്. അല്ല, സുപ്രീം കോടതി അങ്ങനെ ഒരു ട്രാപ്പ് ഉണ്ടാക്കുന്ന ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതിനൊന്നുള്ളൊരു തന്ത്രമോ വൈഭവം എന്നുള്ള ആളുകളിൽ അവിടെ ഇരിക്കുന്നത്. ഇത് സംഗതി വശാൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോയപ്പോൾ അവർ കയ്യിലിരുന്ന ബ്ലോഗുകളൊക്കെ എടുത്ത് ഉപയോഗിച്ചായിരിക്കാൻ സാധ്യതയുള്ളൂ. ഏതായാലും ഇതുകൊണ്ട് ആർക്കാണ് അപമാനം ഉണ്ടായത്? ആർക്കാണ് മാനഹാനി ഉണ്ടായത്? കട്ജുവിനാണോ? ഒരിക്കലുമല്ല. കട്ജുവിനെ കുറിച്ച് ആളുകൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. ഇവിടെ സുപ്രീം കോടതി സ്വയം അവമതി വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. സുപ്രീം കോടതി അദ്ദേഹത്തെ വിളിച്ചതേ തെറ്റാണ്. അദ്ദേഹത്തെ പോലൊരാൾ വിളിച്ചു വരുത്തിയാൽ എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കും. അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയതാണ് ഏറ്റവും വലിയ തെറ്റ്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ വായിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടു, അദ്ദേഹമായിട്ട് തട്ടിക്കയറി അവസാനം കോടതിയിലിരിക്കുന്ന അഭിഭാഷകർ പോലും ജഡ്ജിമാർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു.
ഇവിടെ അപമാനിക്കപ്പെട്ടതാരാണ്? കോടതിയാണ്, അല്ലാതെ കഡ്ജുവല്ല. തീർച്ചയായും അവിടെയാണ് ഇത് കേരളീയ സമൂഹത്തിൽ ഈ വിഷയത്തിൽ ഈ കേസിൽ എത്രത്തോളം താല്പര്യമുണ്ടായിരുന്നെന്നും ആ കേസിനെ കുറിച്ച് എങ്ങനെയാണ് ചിന്തിച്ചത് എന്നും അവരുടെ ആഗ്രഹം എന്തായിരുന്നു എന്നുമൊക്കെ മനസ്സിലാക്കി കഡ്ജു ഇടപെടുന്നതും ആ ചിന്തകൾക്കൊരു വിലയും നൽകാതെ എന്ന് വേണമെങ്കിൽ വിലയിരുത്താവുന്ന തരത്തിൽ സുപ്രീം കോടതി കഡ്ജുവിനെ അവിടേക്ക് വിളിച്ചു വരുത്തി വലിയ പ്രതീക്ഷ വീണ്ടും കേരളീയ സമൂഹത്തിന് നൽകിയതും അതേക്കുറിച്ച് കൂടി ചർച്ച ചെയ്യാൻ വളരെ പെട്ടെന്നൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.